ഒരു കാറ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു, അതും EV. 24 മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം 15,000 ബുക്കിംഗ്, അത് റെക്കോർഡ് ബുക്കിംഗ് തകർത്ത വണ്ടിയാണ് എൻ്റെ സൈഡിൽ ഇപ്പോൾ കിടക്കുന്ന MGയുടെ വിൻസർ EV. ഈ വാഹനത്തിന് വേറൊരു പ്രത്യേക ഒരു റെക്കോർഡ് കൂടെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ 20,000 യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട EV എന്നുള്ളൊരു ഖ്യാതി കൂടി നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കിടക്കുന്ന വിൻസർ EVക്കുണ്ട്. ഇത് മാത്രമല്ല, കഴിഞ്ഞ 7 മാസമായി തുടർച്ചയായിട്ട് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന ബെസ്റ്റ് സെല്ലിംഗ് EV ഏതാണെന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരമേ ഉള്ളൂ, വിൻസർ EV എന്ന വാഹനം. പക്ഷേ ഈ വാഹനത്തിന് കുറച്ചേറെ മാറ്റങ്ങൾ വന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആളുകളില്ല. കാരണം കുറച്ചധികം ഫീച്ചേഴ്സും കൂടെ വേണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം കുറച്ച് ഫീച്ചേഴ്സുകളും പിന്നെ ഇതിൻ്റെ റേഞ്ചും ഒക്കെ മാറി പുതിയൊരു ബാറ്ററി പാക്കോടുകൂടി പുതിയ വിൻസർ EV പ്രോ എന്ന പേരിൽ EV ഇറക്കിയിരിക്കുകയാണ് MG. ആ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പുതിയ വിൻസർ EVയിൽ എന്തൊക്കെയാണ് പ്രധാനമായും കാഴ്ചയുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ബാക്കിയുള്ള വ്യത്യാസങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൽ അഡാസിൻ്റെ ലെവൽ 2 ആണ് വന്നേക്കുന്നത്. ഏകദേശം 12ഓളം ഫീച്ചേഴ്സുള്ള ലെവൽ 2നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് MG. അതുകൊണ്ട് തന്നെ മുകളിൽ വിൻഷീൽഡിൻ്റെ മുകളിലായിട്ട് ആ ഒരു അഡാസിനുള്ള അല്ലെങ്കിൽ ADAS ലെവൽ 2ന് വേണ്ടിയുള്ള ക്യാമറ ഫെസിലിറ്റി നമുക്ക് മുൻഭാഗത്തായിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മുൻഭാഗത്തും നമുക്ക് ഇവിടെയായിട്ട് അഡാസിൻ്റെ ആ ഒരു മൊഡ്യൂളിരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട് കാഴ്ചയിൽ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് നമുക്കുള്ളത്. പിന്നീട് വരുമ്പോഴത്തേക്ക് സൈഡിലേക്ക് മാറുമ്പോൾ അലോയ് വീൽസും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിരിക്കുന്നു. പഴയ വിൻസറിൻ്റെ അലോയ് വീലല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു വ്യത്യാസവും നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ നിന്നും വശത്തു നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മാറ്റങ്ങളാണ് മെയിനായിട്ടും നമ്മൾക്ക് എടുത്തു പറയാനുള്ളത്. പിന്നീട് നമ്മൾ പുറകുവശത്തേക്ക് വരുമ്പോഴാണ് മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബാഡ്ജിങ് ആണ്. ഇവിടെ അഡാസിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡാസ് ഉള്ള മോഡൽ ഏതാണ് എന്നുള്ള കാര്യം ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം MG അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാഴ്ചയിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ള ഒരു മാറ്റങ്ങളും പുതിയ വിൻസർ EV വരുമ്പോൾ നമ്മൾക്കില്ല. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എക്സ്റ്റീരിയറിലുള്ള വ്യത്യാസം. ഇനി കാര്യമായുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയർ നേരത്തെ ഒരു ബ്ലാക്ക് നിറത്തിലായിരുന്നു വന്നിരുന്നത്. ഇപ്രാവശ്യം ആ ഒരു ഇൻറ്റീരിയറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് അതെന്താണെന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ നോക്കാം. പിന്നീടുള്ള മെയിനായിട്ടുമുള്ള വ്യത്യാസം, കാഴ്ചയിലുള്ള വ്യത്യാസം ഇത്ര മാത്രമാണ്. മെയിനായിട്ടുള്ള വ്യത്യാസം ഇതിൻ്റെ ബാറ്ററി പാക്ക് പാടെ മാറിയിരിക്കുന്നു. പഴയ ഉണ്ടായിരുന്ന 331 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ വാഹനം ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇത് വാങ്ങിക്കണം എങ്കിൽ വാങ്ങിക്കേണ്ട എന്നുള്ളൊരു മനസ്സുമായിട്ട് നിൽക്കാനുള്ള കാരണം ആ ബാറ്ററി പാക്കാണെന്ന് തോന്നി. അപ്പോൾ ആ ഒരു കുറഞ്ഞ റേഞ്ചാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും കുറേ ആളുകൾക്കെങ്കിലും പരിഭവമുള്ള ഒരു കാര്യമായിരുന്നു. ഈ പ്രാവശ്യം MG വിൻസറിൽ ആ പരിഭവം അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ബാറ്ററി പാക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യം കഴിഞ്ഞ് ബാറ്ററി പാക്കിലേക്ക് പതിയെ കയറാം. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യത്യാസം ഒരു ചെറിയ വ്യത്യാസമാണ്. ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ കളറിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ്. നമുക്ക് ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയാലോ. ആദ്യം ഉള്ളിലെ ഈ ഒരു കളറിൻ്റെ വ്യത്യാസം കൊണ്ട് പ്രീമിയം ഇത്തിരി കൂടിയോ എന്നുള്ളൊരു ഫീൽ. കാരണം പഴയ വിൻസർ കാണുമ്പോൾ ഒരു ഫുള്ള് ബ്ലാക്ക് നിറത്തിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണം എന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ലൈറ്റ് ബീജ് കളർ, ഒരു ഡാർക്ക് കളറോടുള്ള ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് തന്നെ വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ പെട്ടെന്ന് അഴുക്കാകും എന്നുള്ളൊരു കാര്യം ഞാൻ ഓർപ്പിക്കേണ്ടല്ലോ. പക്ഷേ അതേപോലെ വൃത്തിയായിട്ട് കൊണ്ടുവരുന്ന സംഗതി സൂപ്പറാണ്, ക്ലാസ്സാണ്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളുമൊക്കെ MGയുടെ ആദ്യം തന്നെ MG പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു കുഷ്യൻ്റെ പ്രത്യേകതകളുമൊക്കെ അതിലൊന്നും മാറ്റമൊന്നുമില്ല. കളറിൽ മാത്രമാണ് ഇൻറ്റീരിയറിലുള്ള ഒരു വ്യത്യാസം MG കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ ബാറ്ററി പാക്കിനും അഡാസിൻ്റെ ഫീച്ചേഴ്സിലും മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം.
പഴയ വിൻസർ EVക്ക് നമുക്കുണ്ടായിരുന്ന ബാറ്ററി പാക്ക് 38 കിലോ വാട്ടിൻ്റെ ആയിരുന്നു. അത് ഏകദേശം 331 കിലോമീറ്റർ റേഞ്ച് ആയിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത്. എങ്കിൽ പുതിയ വിൻസർ EV പ്രോയിലേക്ക് വരുമ്പോൾ ബാറ്ററി പാക്ക് 52.8 കിലോ വാട്ടിൻ്റെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഏകദേശം 449 കിലോമീറ്റർ റേഞ്ച് നമുക്ക് എന്തായാലും ഈ ഒരു വാഹനം തരുന്നുണ്ട്. പഴയ വിൻസറിനുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞൊരു പോരായ്മ അത് തന്നെയായിരുന്നു, ഇതിന് റേഞ്ച് കുറവാണ് എന്നുള്ള കാര്യം. കാരണം ദൂരയാത്രകളിൽ ഇപ്പം കേരളത്തിൽ നിന്ന് ഇപ്പം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം പോയിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ 2 വട്ടം ചാർജ് ചെയ്യുക, അതിനൊക്കെയുള്ള എന്താ പറയുക, പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ എന്തായാലും ആ പറഞ്ഞ ആളുകൾക്ക് ഈ ഒരു വാഹനം വരുന്ന സമയത്ത് അത്രയേറെ പ്രാക്ടിക്കാലിറ്റി ഡിഫിക്കൽട്സ് എന്തായാലും ഉണ്ടായില്ല. കാരണം അത്യാവശ്യം നല്ല റേഞ്ച് തന്നെ ഈ ഒരു വാഹനം നമ്മൾക്ക് തരുന്നുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് ഈ ഒരു വാഹനം ഡ്രൈവിനായിട്ട് എടുത്ത സമയത്ത് തന്നെ ഏകദേശം 440 കിലോമീറ്ററോളം നമുക്ക് റേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 40% ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ഇനി 257 കിലോമീറ്റർ റേഞ്ച് കൂടെ നമ്മൾക്ക് കാണിക്കുന്നുണ്ട്. അത് ഏകദേശം റിയൽ ലൈഫിൽ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു സുഖത്തിൻ്റെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കാര്യമായുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബാറ്ററി ഇച്ചിരി ഹെവി ആയതുകൊണ്ട് കുറച്ചും കൂടെ വെയിറ്റ് കൂടുന്നു എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും പുതിയ പുത്തൻ വിൻസർ EVയിൽ വന്നിട്ടില്ല. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ടെയിൽ ഗേറ്റ് പവേർഡായിട്ട് വന്നിട്ടുണ്ട്. അത് മറ്റൊരു വ്യത്യാസം കൂടെയാണ് കേട്ടോ. അതുകൂടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യങ്ങളിലൊന്നാണ്. എഡാസിൻ്റെ ലെവൽ 2 ആയതുകൊണ്ട് തന്നെ ഡ്രൈവിങ് കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തെ നിങ്ങൾ നോക്കി എത്ര പെട്ടെന്നാണ് ഈ ഒരു വാഹനം ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൈനുകളെയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഡിറ്റക്ഷനും മറ്റുമൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ലൈൻ ഇല്ലാത്ത പോർഷൻ വരികയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് റെഡ് മാർക്ക് ലൈൻ കാണിക്കുന്നില്ല, അവിടെ വേക്കൻ്റ് ആണ്, കൃത്യമായിട്ടും അത് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് അഡാസൊക്കെ പക്കയാണ് എന്നുള്ള കാര്യം എടുത്തു പറയാം. കാരണം പഴയ വിൻസർ ഉള്ള ആളുകൾക്ക് അതൊരു പേടി തന്നെയായിരുന്നു. കാരണം അത്രയും നല്ല സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വന്നിട്ടും അതൊന്നും വിൻസറിനകത്ത് കിട്ടുന്നില്ല എന്നുള്ള ആളുകൾ. പക്ഷേ പുതിയ വിൻസർ EV വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വക എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുകയാണ്. കൃത്യമായിട്ടും ലൈനിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മളിപ്പം ഇച്ചിരി ഇങ്ങോട്ട് ഡ്രൈവ് എടുക്കാൻ നോക്കിയാലും അവിടെ വാർണിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വിൻസറിനകത്ത് അഡാസ് വന്നത് എന്തായാലും സൂപ്പറായിരിക്കുന്നു. വിൻസർ EV പ്രോയിൽ കണ്ട മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് ആണ്. വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം എവിടെയെങ്കിലും ചാർജ് തീർന്ന് കിടന്നു കഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തിന് വന്ന് ചാർജ് ചെയ്യുവാനും അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലെ ചാർജ് മറ്റൊരു വാഹനത്തിലേക്ക് പകർന്നു നൽകുവാനുമുള്ള സൗകര്യം MG വിൻസർ EVക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് കൂടാതെ വെഹിക്കിൾ ടു ലോഡ് എന്ന മറ്റൊരു സൗകര്യവും നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ വാഹനത്തിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ക്യാമ്പിലേക്ക് വേണ്ട വൈദ്യുതി നമ്മളുടെ വാഹനത്തിൽ നിന്നും എടുക്കുവാനുള്ള സൗകര്യം നമ്മൾക്ക് വിൻസർ EVയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അത് കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ജനറേറ്ററായിട്ട് നമ്മുടെ വാഹനത്തിനെ ഉപയോഗിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ 2 ഫീച്ചേഴ്സും എന്തായാലും വിൻസർ EVക്കകത്ത് പ്രോയിലകത്ത് വന്നിരിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വാഹനത്തിൻ്റെ വില തന്നെയാണ് അടുത്ത ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ വാഹനത്തിന് അവർ കൊടുത്തിരിക്കുന്ന പ്രൈസിങ് നമുക്ക് BAS സർവീസിൽ ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് 12,49,999 രൂപയാണ് നമ്മൾക്ക് വില വരുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല, ബാറ്ററി ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 17,49,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി BAS സർവീസിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കിലോമീറ്ററിന് ഏകദേശം 4 രൂപ 50 പൈസയാണ് നമ്മൾക്ക് കൊടുക്കേണ്ടി വരിക. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതുതന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതിൽ ഈ വാഹനത്തിൻ്റെ റേഞ്ച് കൂടിയിരിക്കുന്നു എന്നുള്ളത്. നമ്മളെല്ലാം ആഗ്രഹിച്ചാണ് വിൻസർ EV വന്ന സമയത്ത് ഇതിൻ്റെ റേഞ്ച് കുറച്ചും കൂടെ കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രോ എന്ന് പറയുന്ന വേരിയൻറ്റിനകത്ത് നമുക്ക് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. 449 കിലോമീറ്ററാണ് നമ്മൾക്ക് പുതിയ വാഹനത്തിനകത്ത് വരുന്ന റേഞ്ച് എന്ന് പറഞ്ഞ കാര്യം. ഈ റേഞ്ച് ഇല്ലാതിരുന്നിട്ട് കൂടിയും കഴിഞ്ഞ 7 മാസങ്ങളായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരുന്ന EV ആണ് നമ്മളുടെ വിൻസർ EV പ്രോ എന്ന വാഹനം. നോർമൽ വിൻസർ EV എന്ന വാഹനം. പ്രോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആ റേഞ്ചിൻ്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും കൂടുതൽ വാഹനങ്ങൾ എന്തായാലും വിൻസർ EV വിൽക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക.
അപ്പോൾ ഇതേപോലെ കൂടുതൽ വീഡിയോസിന് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയേക്കാം. നീ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ കൂടുതൽ വീഡിയോസ് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.